പ്രവാസികളുടെ ഭാര്യമാരോട് ചില കാര്യങ്ങൾ നിങ്ങൾ അറിയണം. കൂടി വരുന്ന ഹൃദയാഘാത മരണങ്ങൾ, സ്ട്രോക്ക്, ആത്മഹത്യ, അപകട മരണങ്ങൾ. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഇതിൽ ഞങ്ങളുടെ പങ്കെന്താണ്? ഉണ്ട്, നിങ്ങളിൽ പലർക്കുമുണ്ട് നല്ല പങ്ക്. കുട്ടിക്ക് വരുന്ന പനി മുതൽ അമ്മായിമ്മ പോരും നാത്തൂൻ പോരും എല്ലാം തന്നെ അതിരാവിലെ മിസ് കോൾ വിട്ടും വാട്സാപ്പ് വഴിയും അറിയിച്ച് നിങ്ങളുടെ ഭർത്താവിന്റെ മനസ്സിൽ അതിരാവിലെ ടെൻഷൻ കയറ്റി നിങ്ങൾ മനസ്സിലെ ഭാരം ഇറക്കി വെക്കും. ഓർക്കുക നിങ്ങളുടെ ഭർത്താവിന്റെ ജോലിയുടെ സ്വഭാവം. അതിരാവിലെ ഡ്രൈവിംഗ് ചെയ്യുന്നവർ, എത്രയോ കിലോമീറ്റർ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നവർ, കമ്പനികളിൽ അപകടം പിടിച്ച ജോലി ചെയ്യുന്നവർ, കെട്ടിടത്തിന്റെ മുകളിൽ നിർമ്മാണ ജോലികൾ ചെയ്യുന്നവർ, തിളക്കുന്ന എണ്ണയുടെയും തിളച്ച വെള്ളത്തിന്റെയും കടുത്ത ചൂടിലും തീയുടെ കൂടെ ജോലി ചെയ്യുന്ന ഹോട്ടൽ കഫ്തീരിയകളിൽ ജോലി ചെയ്യുന്നവർ, കമ്പനിയുടെ ടാർഗറ്റ് തയ്ക്കാൻ നെട്ടോട്ടമോടുന്ന സെയിൽസ് മേഖലയിലുള്ളവർ, അങ്ങനെ ഒരുപാട് ടെൻഷൻ പിടിച്ച ജോലി ചെയ്യുന്നവരാണ് ഭൂരിപക്ഷം പ്രവാസികളും. പറയാനുള്ളത് പറയുക തന്നെ ചെയ്യണം. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ ജോലിയുടെ സ്വഭാവം, മാസം ലഭിക്കുന്ന സാലറി, ഭക്ഷണത്തിന്റെ അവസ്ഥ, താമസം, അവരുടെ വിശ്രമവേള, അവധി ദിവസം, ഇതൊക്കെ ചോദിച്ചറിഞ്ഞുള്ള ഇടപെടലാവണം. ഭർത്താവ് ഒരു കറവ പശുവല്ല. നിങ്ങളെയും മക്കളെയും നന്നായി പോറ്റാനും മക്കളുടെ ഭാവിക്കും വേണ്ടിയാണ് ഈ മരുഭൂമിയിൽ അധ്വാനിക്കുന്നത്. നിങ്ങളുടെ ഭർത്താക്കന്മാർ നാട്ടിൽ വരുമ്പോഴുള്ള അത്തറിന്റെ മണമല്ല, ഇവിടെ കടുത്ത വിയർപ്പിന്റെ മണമാണ്. അതിരാവിലെ തുടങ്ങും ജോലി ആവട്ടെ നല്ല ടെൻഷൻ പിടിച്ചത്. വിളിക്കാൻ കൃത്യമായ ഒരു സമയം ഓരോ ഭാര്യമാരും മാറ്റിവെക്കണം. ആ സമയത്ത് പറയാനുള്ളത് തിരക്ക് കൂട്ടാതെ നല്ല രീതിയിൽ അവതരിപ്പിക്കുക. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക. ഒറ്റയ്ക്കുള്ള യാത്ര വളരെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ചെയ്യുക. ചെലവുകൾ 3 തരംതിരിക്കുക. ആവശ്യം,